അയ്യോ നീ എന്താ ഇവിടെ ഇങ്ങനെ കിടക്കണത്? ഞാൻ ബാത്റൂമിൽ പോകാൻ നേരത്തെ ഇഴിച്ചപ്പോൾ തല കറി. എനിക്ക് അവൾ ഇന്നും വന്നില്ലേ? ഇല്ല. അവനോടെ വിളിച്ചായിരുന്നാ? ഞാൻ വിളിച്ച്. എന്താ പറഞ്ഞവള്? അവള് പറഞ്ഞ ആലോചിച്ച് നോക്കാം. എന്തൊരു കഷ്ടമാണിത്. ഒരു ജോലിയും സമ്പത്തൊക്കെ ഉള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ നിന്നെ നോക്കില്ലെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്തരം ഒരു മണ്ടത്തരം ചെയ്തത്. അപ്പോൾ അവന് പെണ്ണും ഇല്ലാതായി, ജോലിയുള്ള പെണ്ണും ഇല്ല. അവൻ്റെ കൂടെ ജോലി ചെയ്ത എത്ര പെമ്പിള്ളേർ അവൻ്റെ അടുത്ത് ചോദിച്ചതാണ്. ഞാനാണ് സമ്മതിക്കാത്തത്. വയസ്സുകാലത്ത് നമ്മളെ അവൾ കൂടെ നോക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പണവും ജോലിയും എന്നുള്ള ഒരു പെണ്ണ് വേണ്ടാന്ന് വെച്ചത്. അതിപ്പോൾ അതിലും വലിയൊരു തലവേദനയായി. എന്തായാലും ഞാൻ ജോലി രാജിവെക്കുക, അല്ലാതെ ഇതിന് ഒരു മാർഗ്ഗമില്ല. ജോലിയും പണമൊക്കെ ഉള്ള പെമ്പിള്ളേരെല്ലാം അഹങ്കാരികളായിരിക്കും എന്നുള്ള എൻ്റെ തെറ്റായ ധാരണയാണ് ഇതിനെല്ലാം കാരണമായത്. ചെറുക്കൻ്റെ ജീവിതം കൂടെ ഞാൻ ഇല്ലാതാക്കി. അഹങ്കാരവും തിമിരുമൊക്കെ ഓരോ മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ലാതെ പോയി. ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ മരണം വരെ നിന്നെ നോക്കും, നീ വിഷമിക്കേണ്ട. ഇപ്പം എന്ത് ചെയ്യാനാണ്? മക്കളെയും മരുമക്കളെയൊക്കെ നോക്കി നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചാൽ ഇതൊക്കെ ആയിരിക്കും അവസ്ഥ. ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടികളും ഇതിനൊന്നും തയ്യാറാവില്ല. നമ്മളവർക്ക് പണമുണ്ടെന്നോ പണമില്ലെന്നോ വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കൂ. ഞാൻ ബാത്റൂമിൽ കൊണ്ടാക്കാം.